ഹലോ, വെൽക്കം ബാക്ക്. ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താ അറിയോ, യൂസ്ക സർപ്രൈസായിട്ട് വന്നൊരു വീഡിയോ ആണ് കേട്ടോ. ഞങ്ങളോട് പറഞ്ഞ് തിങ്കളാഴ്ച വരുന്നത്, പക്ഷെ ഞായറാഴ്ച രാത്രി യൂസ്ക വന്ന് അങ്ങനെ ഒരു സർപ്രൈസ് വീഡിയോ ഉണ്ട് കേട്ടോ. പക്ഷെ ഇതിടാൻ പറ്റിയിട്ടില്ല. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചെന്തായാലും ഇതിടാൻ വിചാരിച്ചിട്ടോ. പക്ഷെ യൂസ്ക വന്നൊരു പെട്ടി പൊട്ടിക്കൽ വീഡിയോ ഉണ്ട് കേട്ടോ. പെട്ടി പൊട്ടിക്കലെന്നൊന്നും പറയാൻ പറ്റൂല, പെട്ടി മാന്തി പറിക്കലെന്നേ പറയാൻ പറ്റുള്ളൂ. പൊട്ടിക്കൽ എന്നൊന്നും ഇതിന് പറയാൻ പറ്റൂല. നമ്മളിനി എത്ര മക്കൾക്ക് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും മക്കൾക്ക് നമ്മളെ പെരക്ക് നമ്മളിനി എന്ത് വാങ്ങിക്കൊടുന്ന് തിന്നാലും കുട്ടികൾക്ക് കൊടുത്താലും പെരയിലുള്ള ആണുങ്ങൾ ഒരു സാധനം പെരക്കൊക്കെ കൊണ്ടുവരുമ്പോൾ അത് വല്ലാത്തൊരു വൈബാണല്ലേ. അങ്ങനെ പിന്നെ യൂസ്കാക്ക് ചായയെല്ലാം വെച്ച് കൊടുത്ത് യൂസ്ക തേങ്ങ കൊണ്ടുവന്നപ്പോൾ അതിൽ വന്ന 2 തേങ്ങ പൊങ്ങില്ലേ, ആ തേങ്ങ കൊണ്ടുവന്നാണ് കേട്ടോ. അങ്ങനെ ആ തേങ്ങ കൊണ്ടുവന്നിട്ട് അത് പൊട്ടിച്ച് കൊടുക്കുകയാണ് യൂസ്ക കുട്ടികൾക്ക്. അതിലത്തെ പൊങ്ങ് തിന്നാൻ വേണ്ടിയിട്ട് പൊട്ടിച്ച് കൊടുക്കുകയാണ്. അങ്ങനെ പിന്നെ അതൊക്കെ പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. കയ്യുമെന്നൊക്കെ മാന്തി പറിച്ചെന്ന് ചെയ്യണത്, അതൊക്കെ കയ്യുമെന്നൊക്കെ മാന്തി പറിക്കുക ചെയ്യുന്നത്. പിന്നെ ഇത് യൂസ്ക അവിടെ നട്ടുണ്ടാക്കിയതാണ് കേട്ടോ. കാച്ചിൽ, പൂള ഇതൊക്കെ യൂസ്ക അവിടെ നട്ടതാണ്. പിന്നെ ഈ ബസ്സിലായതുകൊണ്ട് യൂസ്കാക്ക് കൊണ്ടുവരാൻ പറ്റൂല. അവർക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ കൊണ്ടുവരുന്നതിന്. പിന്നെ നമ്മളെ ബഹുമാനപ്പെട്ട അച്ചാർ യൂസ്കാൻ്റെ വരെ പേരൻ്റെ അടുത്തുള്ളൊരു പെണ്ണുങ്ങൾ ഇട്ടിട്ട് കൊടുക്കണ ഹോം മെയ്ഡാണ് കേട്ടോ. ഈത്തപ്പഴ അച്ചാർ, ചെറുനാരങ്ങ അച്ചാർ അടിപൊളിയുണ്ട് സാധനം. അങ്ങനെ കൊണ്ടുവന്ന സാധനമാണ് ഇപ്പോൾ ഇത്. മുന്തിരി, ആപ്പിള്, പിന്നെ മിഠായികൾ കേട്ടോ. വന്നിട്ട് ഒരിപ്പോൾ ഒരു 10-25 ദിവസത്തെ ലീവിന് വന്നപ്പോൾ കൊടുത്തിട്ടുണ്ടായ മുട്ടായി. അപ്പോൾ കുട്ടിയൊക്കെ കൊടുക്കണതാണ് കേട്ടോ. ഇതൊന്ന് പാവം ഒരു കഷ്ണം പോലും തിന്നൂല, അതങ്ങനെ എടുത്ത് വെച്ചിട്ട് മക്കൾക്ക് എന്നും പറഞ്ഞിട്ട് കൊടുക്കുന്നതാണ് മുട്ടായികൾ. ഇതൊരു എന്താ പറയുക, മുട്ടായി ഒരു സംഭവമാണ്. മുട്ടായി കൊടുന്ന് ഫ്രിഡ്ജിൽ വെച്ച് നമ്മളെ ബാംഗ്ലൂർ പോക്കും ഇതെല്ലാം കഴിഞ്ഞപ്പോൾ മുട്ടായി എവിടെ ചോദിക്കുമ്പോൾ ഞാൻ എടുത്തിട്ടില്ല, ഞാൻ തിന്നിട്ടില്ല. ആരോരും കണ്ടോരുമില്ല, വേറെ ആരും ഇപ്പോൾ ഇവിടെ ഒന്നുമില്ലല്ലോ, വേറെ ആരും കൊണ്ടുപോകില്ലല്ലോ. ഞാൻ കണ്ടിട്ടില്ല ആക്കുമ്പോൾ എന്താ, ഓരോരുത്തരുടെ ബാഗിൻ്റെ ജോബിൽ 3-4 പാക്കറ്റൊക്കെയാണ്. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ തിന്നിട്ടില്ല, ഞാൻ എടുത്തിട്ടില്ല. അതാണ് ഒരു രസം, അവർക്കതൊരു രസം. അങ്ങനെ നാരങ്ങ കൊണ്ട് നോക്കുമ്പോൾ നാരങ്ങൻ്റെ ഉള്ളിലൊന്നുമില്ല, അത് പൊങ്ങ് പോലത്തൊരു നാരങ്ങ. അങ്ങനെ അത് പറയാണ്, നിങ്ങളെന്തിനാ കൊടുന്നേന്ന്. ഹുസ്നൊക്കെ റബ്ബേ ഒരു സാധനം കണ്ടിട്ടില്ല. ഹുസ്നൊന്നും മുന്തിരി ഞാൻ സുധാരം പോകുമ്പോൾ കഴിവിൻ്റെ പരമാവധി വാങ്ങിക്കൊടുക്കും മക്കളെ. നോക്കുമ്പല്ലേ കുട്ടികൾ വത്തക്ക കണ്ടിട്ടില്ല, മുന്തിരി കണ്ടിട്ടില്ല, ഓറഞ്ച് കണ്ടിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. ഒന്നും കാണാത്ത കുട്ടികളെ പോലെയാണ് ഉള്ളത്. അതാ ഒരു രസമല്ലേ മക്കളത്, ഒരു സന്തോഷം. അള്ളാഹു നമ്മളെ പെരക്ക് കാണുക ഇങ്ങനെ കൊണ്ടുവരാനും മക്കളെ സന്തോഷിപ്പിക്കാനും ആഫിയത്തോടു കൂടി ദീർഘായുസ്സ് നമ്മളെ ഭർത്താക്കന്മാർക്ക് തരട്ടെ. പിന്നെ ലഡു എൻ്റെ യൂസ്കാർക്കൊരു മസ്റ്റായ സാധനം. നമ്മളെവിടെയെങ്കിലും വിരുന്ന് പോവുകയാണെങ്കിലും എന്ത് വാങ്ങിയിട്ടുണ്ടെങ്കിലും ലഡു നിർബന്ധം. ലഡുവും ജിലേബിയാണ് ഇപ്രാവശ്യം മാറ്റി പിടിച്ചിന്, പ്ലം കേക്ക് ആക്കിന്. ലഡുവും ജിലേബിയാണ് നിർബന്ധമായ സാധനം. പിന്നെ ഈ സാധനം എന്താ പറയുക, എന്തോന്ന് പറയും യൂസ്ക കേട്ടോ. ഇത് റാമ്പളം പോലത്തെ ഇങ്ങനൊരു സാധനമില്ലേ, എന്തോ ഒരു സാധനം. അവിടെ പിന്നെ നല്ല കരിവേപ്പിലുണ്ട്. അപ്പോൾ ഞാൻ യൂസ്കാരുടെ നാട്ടിലത്തെ കരിവേപ്പില നല്ല സ്മെല്ലും അല്ലേ. അപ്പം അത് പിന്നെ ഒരു മരടുന്ന് 10-25 kg 12 kg പിന്നെ പൂള കിട്ടിയെന്നൊക്കെയാണ് പറയണത് കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അസ്സലാമു അലൈക്കും.